നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഇന്ത്യയും സൗദിയും പുതിയ ചുവടുവയ്പ്പിലേക്ക്. ഇനി ഇന്ത്യ സൗദി കൂട്ടുകെട്ട് വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മോദി സൗദിയിലേക്ക് എന്തൊക്കെയാണ് ഈ നിർണായക സന്ദർശനത്തിന്റെ പുറകിലെന്ന് അറിയണ്ടേ? നമുക്ക് വിശദമായി നോക്കാം. ഇന്ത്യയിൽ നിന്നും UAE വഴി യൂറോപ്പിലേക്ക് ഇടനാഴി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനയ്ക്കായാണ് ഏപ്രിൽ 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് സൗദി അറേബ്യയുമായി തന്ത്രപ്രധാന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് ഈ സൗദി അറേബ്യ വഴി നടപ്പാക്കുക. സൗദിയിലൂടെ റെയിൽ റോഡ് എന്ന നിലയ്ക്കായിരിക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി കടന്നുപോവുക. 2023 സെപ്റ്റംബറിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനാവശ്യമായ ഊർജിത നടപടി അതിനുശേഷം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി മോദിയുടെ സൗദി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചാ വിഷയമായേക്കും. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് പദ്ധതികൾ. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. ഇതിനിടെ സൗദിയുമായി ഊർജ കരാറും ഇന്ത്യയിലെ ബിസിനസ് നിക്ഷേപ സാധ്യതകളെ കൂടിയും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ചൈനയെ കിഴക്കൻ ഏഷ്യയുമായി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ റോഡ് ഇടനാഴി ചൈനയുടെ സാമ്പത്തിക ശക്തിക്ക് കരുത്തേകുന്ന പദ്ധതിയാണ്. ഇതിന് ബദലായാണ് ഇന്ത്യ യൂറോപ്പുമായി ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽ റോഡ് പദ്ധതി സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയിലെ പ്രമുഖ തുറമുഖങ്ങളായ കണ്ട്ല, മുദ്ര തുറമുഖങ്ങളിലെ ഈ പദ്ധതിയുടെ ഭാഗമായി UAEയിലെ ഫുജേറ, ഖലീഫ തുറമുഖങ്ങളുമായും സൗദിയിലെ തുറമുഖങ്ങളായ ദമാം, റാസൽ അൽ ഖൈമറും ബന്ധിപ്പിക്കുന്നതായും പദ്ധതിയിലുണ്ട്. റെഡ് സീ, സോയസ് കനാൽ എന്നിവയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് ആക്കം കൂട്ടുന്നതും സഹായകരവുമാണ് ഈ ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആഗോള ചരക്ക് നീക്കത്തിന് ഏറെ സഹായകരമായിരിക്കും ഈ സാമ്പത്തിക ഇടനാഴി. US ഇറാനുമായും സൗദി രാജാവുമായും സമാധാന ചർച്ചകൾക്ക് ആക്കം കൂട്ടിവരികയാണ്. ഇത് പ്രാദേശിക സുസ്ഥിരതയ്ക്ക് കൂടി സഹായകരമാകും. നേരത്തെ സൗദിയും ഖത്തറും കുവൈറ്റും ഈ സമാധാന ചർച്ചകളോട് പുറംതിരിഞ്ഞു നിന്ന രാജ്യങ്ങളാണ്. അതേസമയം ദുബായ് കിരീടാവകാശിയുടെ ഇന്ത്യൻ സന്ദർശനവും നിർണായക വികസന പദ്ധതികളിൽ കരാർ ഒപ്പിട്ടതുമൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ഇന്ത്യ വളരുകയാണ് എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.